ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ഓണക്കാലം കൂടി അങ്ങനെ വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ അത്തം ആശംസകൾ നേരെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഓണത്തിന് ഒരാഴ്ചയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് അത്തമൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അടുക്കളയിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇനി. അപ്പോൾ നമ്മുടെ കിച്ചു സ്കൂളിലേക്ക് പോണതിൻ്റെ മുതലുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ചെറിയൊരു അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഈ പരിസരത്ത് അധികം പൂക്കളൊന്നും ഇല്ലാത്ത കാരണം മേലെയും അതും ഇതൊക്കെ വെച്ചിട്ട് ചെറിയൊരു അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ജോലിയൊന്നും ഇല്ല. ഇനി പുറത്ത് കുറച്ച് പണികളുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ പാത്രം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ച് പോകുമ്പോഴത്തേനും ഓരോന്നോരോന്നായിട്ട് വേഗം വേഗം തീർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവൻ പോവാറായിട്ടില്ല, അവർ വണ്ടി വരാറായിട്ടുണ്ട്, പക്ഷെ വന്നിട്ടില്ല. അപ്പോൾ അവർ രണ്ടുപേരും അതിനെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് വേഗം തുണികളൊക്കെ തിരുമ്പാൻ, പിന്നെ പാത്രം കഴുകൽ, അങ്ങനത്തെ കുറച്ച് പണികൾ തന്നെ ഉള്ളൂ. അടുക്കളയിലത്തെ ചോറ് വയ്ക്കൽ, അവന് കൊണ്ടുപോകാനുള്ള ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ അതൊന്നും ഞാൻ എടുത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ പൂക്കളിടണം മുതലായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ പൂക്കളിടണം എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇതാ നമ്മുടെ കിച്ചു തുമ്പിയുടെ ഉമ്മത്തെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അവന് എന്തൊക്കെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ അവളുടെ അടുത്ത്. അപ്പോൾ തുമ്പിക്കുട്ടി ഇടുന്നുണ്ടെങ്കിൽ ഇവ എന്താണ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടോ തോന്നുന്നു അവനിങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ രണ്ടെണ്ണം അടുത്തുകൂടി നല്ല സ്നേഹത്തിൽ എപ്പോൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് തികക്കില്ല കേട്ടോ. അതിന് മുന്നേ അടി തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ നിൽക്കൽ അത്ര വലിയ പന്തിയൊന്നും അല്ല, എന്തൊക്കെയോ കാണിച്ചും കൊണ്ട് അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒന്ന് വീഡിയോ എടുക്കണോണ്ട് ചിരിക്കണുണ്ട് കേട്ടോ, അവൻ്റെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നുണ്ടിട്ട്. അപ്പോൾ കിച്ചുവിന് അങ്ങനെ പോകാനായിട്ട് അവൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തുമ്പിക്കുട്ടി അവന് ഉമ്മ കൊടുക്കലും ഡാറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കിച്ചുവിനൊക്കെ അങ്ങനെ പറഞ്ഞു വിട്ടു. എൻ്റെ ജോലികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുമ്പിക്കുട്ടീനെ ഇനി അംഗനവാടിക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വല്ലാതെ ജോലിയൊന്നും ഇല്ല. അപ്പോൾ അവളങ്ങനെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞാൻ കടയിൽ പോയിട്ട് ഒരു വഴുതനങ്ങ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. കുറേ ദിവസമായി വഴുതനങ്ങ പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണു, പക്ഷേ വഴുതനങ്ങ കടയിൽ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഒന്നാട്ടം വാങ്ങിച്ചോളൂ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വേഗം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് മസാലയൊക്കെ വെച്ചിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ട്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. വഴുതനങ്ങ ഉപ്പേരിയൊന്നും കഴിക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. നല്ല ഇഷ്ടമാണ് കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എനിക്ക് വഴുതനങ്ങ ഉപ്പേരിയോടൊന്നും അത്ര ടച്ചില്ല. അപ്പോൾ അതുകൊണ്ട് വഴുതനങ്ങ വീട്ടിൽ മേടിക്കുമ്പോൾ ഇതുപോലെ ഞാൻ ആക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം സ്റ്റിച്ചിങ്ങിനായിട്ട് ഇരുന്നു. കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബ്ലൗസിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും കണ്ടു ഏട്ടൻ വന്നത്. ഏട്ടൻ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഞാനപ്പോൾ ഒരു കോഴിമുട്ടയൊക്കെ ഓംലേറ്റ് അടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂട്ടാൻ ഇന്നലത്തെ കൂട്ടാനാണ് കേട്ടോ, മുളക് വറുത്തപ്പുള്ളി. അപ്പോൾ അതുള്ള കാരണം വേറെ കറിയൊന്നും ഞാൻ വെച്ചില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം കിടന്നു, ഉറങ്ങിയൊന്നുമില്ല. കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് തുമ്പിക്കുട്ടീനെയൊക്കെ കൂട്ടിയിട്ട് വന്നു ഞാൻ. എന്നിട്ട് വന്നിട്ട് അവൾ വേറെ ഡ്രസ്സ് അവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തുമ്പിക്കുട്ടി. അവൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ അത്രയല്ലേ ഇടുള്ളൂ സാധാരണ ഒരു മനുഷ്യൻ. പക്ഷെ അവൾ അങ്ങനെ ഇല്ല കേട്ടോ. അവൾക്ക് ഒരു ദിവസം ഒരു 5-6 ജോഡി മാറ്റിക്കൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. അവൾ ഒന്നല്ലെങ്കിൽ ഒന്നിങ്ങനെ മാറ്റി മാറ്റി ഇട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് ഡ്രസ്സ് അഴിക്കണു വിടണു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ എന്തെങ്കിലും കാട്ടിക്കോട്ടെ വെച്ചിട്ട് ഞാനിത് അടുക്കളയിൽ വന്നിട്ട് ഓരോ ജോലികൾ ചെയ്യാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചോറും കറിയും ഒക്കെ പാത്രങ്ങളിലേക്കൊക്കെ മാറ്റി വെച്ചിട്ട് അത് കഴുകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സ്ലാബൊക്കെ ഒന്ന് അടിച്ചു വാരി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങളുടെ ഈ ചില്ലും കൂട് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അടുക്കളയിൽ, അതിൻ്റെ ഉള്ളിൽ ആണ് ഞാൻ കറിയും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിരുന്നത്. കാരണം കുരങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നശിപ്പിക്കുകയുള്ളൂ കേട്ടോ, ചോറും കറിയും ഒക്കെ നശിപ്പിച്ച് കളയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ചട്ടിയൊക്കെ ഇരിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വേഗം എടുത്തിട്ട് പാത്രങ്ങളിലേക്കാക്കി മാറ്റി വെച്ചിട്ട് ഒക്കെ കഴുകാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ട് വെക്കണില്ല. അപ്പോൾ കുരങ്ങന്മാരെന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് എറിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയി വെക്കണില്ല എന്ന് തീരുമാനിച്ചു കേട്ടോ. ഒക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട് മാത്രം പുറത്ത് കൊണ്ടുപോയിട്ട് അപ്പം തന്നെ വേഗം കഴുകിയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്യാറ് പാത്രങ്ങൾ കൊണ്ടുപോയിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് ഒന്ന് കുതിർന്നതിന് ശേഷമൊക്കെയാണ് ഞാൻ പാത്രം കഴുകാറുള്ളൂ. പക്ഷേ ഇന്ന് അത് ചെയ്യണില്ല. എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പാത്രങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ പുറത്ത് വെക്കാതെ അകത്തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട്
എല്ലാം അതത് സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ എന്താ പറയുക ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചായ വേഗം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചായ അല്ല കാപ്പിയാണ്. അപ്പോൾ കാപ്പി വെക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ മേലെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് ഞാൻ ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. വെള്ളമൊക്കെ തിളയ്ക്കുമ്പോഴത്തേനും ആദ്യം തന്നെ അടിച്ചു വാരലിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ കാണുന്ന അടിച്ചു വാരി വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുന്നേ അടിച്ചു വാരിയിട്ടുള്ള കാരണം കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പൊടി അഴുക്കൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് റഫായിട്ട് വെറുതെ ഒന്ന് അടിക്കാൻ കേട്ടോ. ഇപ്പോൾ അടുപ്പിൻ്റെ മറ്റേ സ്ലാബിൻ്റെ മുകളിലത്തെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ച് താഴ്ത്തിക്ക് ഇട്ടു. എന്നിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ അടിച്ച് വരണേന്നുള്ളൂ. അത്ര വലിയ കാര്യമായിട്ടുള്ള പൊടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ പറയാനുള്ളത് നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അടുത്ത ജോലിയിലേക്ക് കിടന്നു കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വൈകുന്നേരത്ത് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. കാരണം ചോറ് കമ്മിയാണ്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ചോറ് കുറവായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചോറ് വയ്ക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തുമ്പിക്കുട്ടി കണ്ടില്ലേ, അങ്ങോട്ട് പോയിട്ടുള്ള ഡ്രസ്സല്ല കേട്ടോ, അംഗനവാടിക്ക് പോകുമ്പോട്ടുള്ള ഡ്രസ്സെല്ലാം എളുപ്പമിട്ടിരിക്കുന്നത്. ഇപ്പോൾ മാറ്റിയിട്ടോ വന്നിട്ട് അവൾക്ക് ഇങ്ങനെ വിധം മാറ്റിയും കൊണ്ടിരിക്കണം. കാരണം ഞാൻ തിരുമ്പി ഉണക്കിയിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് മാറ്റി ഇടല്ലേ വേണ്ടുള്ളൂ. അവർക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അവൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒരു ഗ്ലാസ് എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അവളത് കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയുടെ പൊടിയൊക്കെ ഒന്ന് അരിച്ചെടുത്ത് അതൊക്കെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പത്തിന് ഞാൻ പരത്തണേൻ്റെ മുന്നേ കുറച്ചല്ല 2-3 മുട്ട എടുത്തിട്ട് പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചതിന് ശേഷം അതിപ്പോൾ ആവാൻ കുറച്ച് നേരം പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഇവിടേക്ക് ഒന്ന് വേഗം ഉമ്മറ അടിച്ചു വരിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ അടുക്കള മാത്രമല്ല അടിച്ചിട്ടുണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉമ്മറും കൂടി വേഗം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആകമൊക്കെ. അപ്പോൾ കിച്ചു വന്നു. അപ്പോഴത്തേനും കിച്ചു കണ്ടില്ലേ വന്നിട്ട് എന്താ പറയുക പുറത്തൊക്കെ പോയി എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ അത് അകത്തേക്ക് ഓടി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കിച്ചുവിന്. ചായ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂടാറുന്നില്ല കണ്ടപ്പോൾ ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. കാരണം അവർ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളത്തിൽ വെക്കാനൊന്നും അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ ചായ കൊടുത്ത് അവർ ചായ കുടിക്കലും പലഹാരം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതാ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ഞാനൊരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. ചായ അല്ല കേട്ടോ, കാപ്പിയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ചായ എന്ന് വരിക. എന്നാൽ കുടിക്കുന്ന സംഭവം കാപ്പി കേട്ടോ. അപ്പോൾ കാപ്പി അങ്ങനെ എടുത്തിട്ടുണ്ട് ഞാനും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് പിന്നെ കിച്ചന് ഈവനിങ് സ്നാക്കൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് അത് വാങ്ങി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കാരണം എന്നാൽ നമുക്ക് ചപ്പാത്തിയും കൂടി ഉണ്ടാക്കാനുള്ള കാരണം കൊണ്ട് എല്ലാത്തിനും കൂടിയുള്ള സമയമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കോഴിമുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചൊക്കെ പുഴുങ്ങി അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കോഴിമുട്ട കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചപ്പാത്തി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ കോഴിമുട്ടയൊക്കെ കറിയൊക്കെ വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു പണികളിലാണ് കേട്ടോ. കാരണം ഇനി കുളിക്കാനും ഒക്കെ ഉണ്ട്, മേലെഴുകാൻ കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ആയിട്ടുണ്ട്, കോഴിമുട്ടക്കറി അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ മേലെഴുകലാട്ടോ ഉദ്ദേശിച്ചത്. അതൊക്കെ കഴിഞ്ഞു, കുട്ടികളെയൊക്കെ കുളിപ്പിച്ചു. അപ്പോൾ 2 മയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പുറത്തെ വളപ്പിൽ കൂടെ. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ. ഇവിടെ എപ്പോഴും 2 നേരം എന്നല്ല, അവർക്ക് തോന്നുമ്പോഴൊക്കെ വരും. എപ്പോഴും മയിലുണ്ടാവും കേട്ടോ. ഒന്ന് രണ്ടെണ്ണം മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ മയിലുകൾ വരാറുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാറില്ല. ഇന്നിപ്പോൾ വെറുതെ വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പത്തിനും കണ്ടു ഏട്ടൻ വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. മയിലിൻ്റെ വീഡിയോ എടുക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല പറഞ്ഞിട്ട് രണ്ടാളും അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ ഒന്നും മേടിക്കായിരുന്നു കണ്ട്. അല്ലെങ്കിൽ പിന്നെ ഏട്ടൻ എന്തെങ്കിലും വാങ്ങിക്കാതെ ഒന്നും കയറി വരാറില്ല കേട്ടോ. ഇന്ന് ഏട്ടന് എന്ത് പറ്റിയാവോ, ഒന്നും വാങ്ങിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛനെ വലിയ മെയിൻ്റെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കുട്ടികൾ രണ്ടാളും ബുക്കിൽ എന്തൊക്കെയോ കുത്തി വരച്ച് വെക്കുന്നുണ്ട്. കിച്ചു എന്തൊക്കെയായിരുന്നു വായിക്കണു പഠിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. തുമ്പിക്കുട്ടി എന്തൊക്കെയോ കുത്തി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏട്ടന് ചളവറയ്ക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ കിച്ചു വന്നൊക്കെ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വായ അച്ഛാ പറഞ്ഞപ്പോൾ ഏട്ട ചളവറയിൽ നിന്ന് വരുമ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 ആൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എന്ത് പലഹാരം വാങ്ങിക്കുമ്പോഴേ ഏട്ടൻ 2 എണ്ണമായിട്ട് വാങ്ങിക്കില്ല കേട്ടോ. എനിക്കും കൂടി ഉള്ളത് വാങ്ങിക്കും. ഏട്ടനുള്ളത് ഏട്ടൻ വാങ്ങിക്കാറില്ല കേട്ടോ. ഏട്ടൻ ഞങ്ങളുടെ നിന്ന് കഴിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്ക് ഏട്ടൻ മിഠായി ആണെന്നുണ്ടെങ്കിലും വാങ്ങിച്ചിട്ട് വരും കേട്ടോ. അങ്ങനെയാണ് ഏട്ടൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ കിച്ചു എനിക്കൊരു ഐസ്ക്രീം ഒന്നും തുമ്പിക്കുട്ടിക്ക് കോണാണ് കേട്ടോ വാങ്ങിച്ചത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു ഐസ്ക്രീം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഏട്ട കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അതാ കിച്ചും തുമ്പിയൊക്കെ ചപ്പാത്തി ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങളും ഇരുന്ന് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇനി ഫുഡ് കഴിക്കുക, കിടക്കുക, അത്ര തന്നെ ഉള്ളൂ. ഞങ്ങൾ ഫോണിലൊരു സിനിമയൊക്കെ കണ്ട് മെല്ലെ കിടക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.